ഓണത്തിനോടനുബന്ധിച്ച് കാക്കനാട് കേന്ദ്രമാക്കി കുലുക്കി സർബത്തിന്റെ മറവിൽ ചാരായം വിൽപ്പന നടത്തിവന്ന 2 പേർ എക്സൈസിന്റെ പിടിയിൽ. പൂക്കാട്ടുപടി സ്വദേശിയും തേവക്കൽ താമസിക്കുകയും ചെയ്യുന്ന മണലിക്കാട്ടിൽ സന്തോഷ്, കാക്കനാട് കൊല്ലംകുടി മുകൾ സ്വദേശി കിരൺ കുമാർ എന്നിവരെയാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്, എക്സൈസ് ഇന്റലിജൻസ്, എറണാകുളം എക്സൈസ് റേഞ്ച് എന്നിവരുടെ സംയുക്ത നീക്കത്തിൽ പിടിയിലായത്. ഇവരുടെ വാഹനങ്ങളിൽ നിന്നും വാടക വീട്ടിൽ നിന്നുമായി 20 ലിറ്റർ ചാരായം എക്സൈസ് കണ്ടെത്തി. ചാരായം നിർമ്മിക്കാൻ പാകമാക്കി വെച്ചിരുന്ന 950 ലിറ്റർ വാഷ്, ചാരായ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാറ്റുപകരണങ്ങൾ, 5 ഗ്യാസ് കുറ്റി, 30 ലിറ്ററിൻ്റെ 4 പ്രഷർ കുക്കറുകൾ, ചാരായം നിറക്കാൻ സൂക്ഷിച്ചു വച്ചിരുന്ന 1/2 ലിറ്റർ കൊള്ളുന്ന 700 കാലി പ്ലാസ്റ്റിക് കുപ്പികൾ, ചാരായം നിറച്ച കുപ്പികൾ സീൽ ചെയ്യാനുള്ള ഉപകരണം എന്നിവയും ഇവരുടെ വാടക വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ചാരായ വിൽപ്പന നടത്താൻ ഉപയോഗിച്ചിരുന്ന ഇവരുടെ ഓട്ടോറിക്ഷ, നാനോ കാറ്, 2 സ്മാർട്ട് ഫോൺ എന്നിവയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കാക്കനാടിന് സമീപം തേവക്കലിൽ 2 നില വീട് വാടകയ്ക്കെടുത്ത് നാടൻ കുലുക്കി സർബത്തുണ്ടാക്കുന്നുവെന്ന വ്യാജേനയാണ് വ്യാവസായികാടിസ്ഥാനത്തിൽ ചാരായം വാറ്റിയിരുന്നത്. വാറ്റ് ചാരായത്തിന്റെ മണം പുറത്തുവരാതിരിക്കാൻ സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു. ഓർഡർ ലഭിക്കുന്ന മുറക്ക് തന്നെ ഇവർ ചാരായം വാറ്റിവെക്കാറുള്ളൂ. ആവശ്യക്കാർക്ക് ഫ്രഷായി വാറ്റി വിൽക്കുന്നതിനായി ഇവരുടെ ചാരായത്തിന് വൻ ഡിമാൻഡാണെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ വെളിപ്പെടുത്തി. ചാരായ നിർമ്മാണത്തിനായി വീട് വാടകയ്ക്കെടുത്തിരുന്നതും പണം മുടക്കിയിരുന്നതും സന്തോഷാണ്. ആവശ്യക്കാരെ കണ്ടെത്തി ഓർഡർ എടുത്തിരുന്നത് കിരണുമാണ്. വാറ്റ് സ്പെഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി പുല്ലുപാലം സ്വദേശി കുന്നത്തുപാറ വീട്ടിൽ ലൈബിനാണ് തേവക്കലുള്ള വാടക വീട്ടിലെത്തി ഓർഡർ പ്രകാരം ചാരായം വാറ്റി നൽകിയിരുന്നതെന്ന് ഇരുവരും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. ലൈബിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. ചാരായം വിൽക്കാൻ ഇവർക്ക് സ്വന്തമായ രീതിയുമുണ്ടായിരുന്നു. അതിവിദഗ്ധമായാണ് ഇരുവരും ചാരായം ആവശ്യക്കാർക്ക് നൽകിയിരുന്നത്. ഒരാളുടെ ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ കിരൺ ഓട്ടോറിക്ഷയുമായി ആവശ്യക്കാരൻ പറഞ്ഞ സ്ഥലത്തെത്തും. തുടർന്ന് പരിസരം മുഴുവൻ കൃത്യമായി നിരീക്ഷിക്കും. തുടർന്ന് പണം വാങ്ങിയ ശേഷം മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് കണ്ടാൽ കിരൺ സന്തോഷിന് സിഗ്നൽ നൽകും. തൊട്ടടുത്തായി നിർത്തിയിട്ട നാടൻ കുലുക്കി സർബത്തി എന്ന ബോർഡ് വെച്ച നാനോ കാറിൽ നിന്ന് സന്തോഷ് ഓർഡർ പ്രകാരമുള്ള സാധനം കിരണിൻ്റെ ഓട്ടോയുടെ പിൻഭാഗത്ത് കൊണ്ടുവെക്കും. സന്തോഷ് കുലുക്കി സർബത്തി എന്ന ബോർഡ് വെച്ച വാഹനം ഓടിച്ചു പോകുന്നു. സാധനം നൽകിയ ശേഷം കിരണും അടുത്ത ഓർഡർ പ്രകാരമുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഇതായിരുന്നു വിൽപ്പന രീതി. ഒരാഴ്ച മുൻപ് അങ്ങാടി മരുന്നിന്റെ മറവിൽ വ്യാജമദ്യം വിറ്റിരുന്ന വനിതയടക്കം 3 പേരെ 77 കുപ്പി വ്യാജമദ്യവുമായി എക്സൈസ് സംഘം കാക്കനാട് ഇടച്ചിറയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരുടെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് കുലുക്കി സർബത്തിന്റെ മറവിൽ ചാരായ വിൽപ്പന നടത്തുന്ന വാറ്റാപ്പി അങ്കിൾ എന്നിവരെക്കുറിച്ചുള്ള സൂചന സ്റ്റേറ്റ് എക്സൈസ് ടീമിൽ ലഭിക്കുന്നത്. ഇവരാണ് ഈ വാറ്റാപ്പി അങ്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നതും. തുടർന്ന് ഇരുവരും എക്സൈസിന്റെ പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തൃക്കാക്കര ഭാരത് മാതാ കോളേജിന് എതിർവശം ആവശ്യക്കാരെ കാത്തുകിടക്കുകയായിരുന്ന വാറ്റാപ്പി എന്ന കിരണിന്റെ ഓട്ടോറിക്ഷ എക്സൈസ് സംഘം കണ്ടെത്തി. എക്സൈസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ കിരൺ ഓട്ടോ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു. തൊട്ടടുത്തായി പാർക്ക് ചെയ്തിരുന്ന നാനോ കാർ സന്തോഷ് അതിവേഗം ഓടിച്ചു പോകാൻ ശ്രമിച്ചെങ്കിലും വാഹനം ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ടു. സന്തോഷിന്റെ കാറിൽ നിന്ന് 5ഉം കിരണിന്റെ ഓട്ടോയിൽ നിന്നും 8 കുപ്പികളിലായി വാറ്റുചാരായം എക്സൈസ് കണ്ടെടുത്തു. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് തേവക്കലിൽ സ്ഥിതി ചെയ്യുന്ന വാറ്റു കേന്ദ്രം എക്സൈസ് കണ്ടെടുക്കുന്നത്. വീട്ടിനകത്തും പുറത്തുമായി 3 വിദേശീയിനം നായകളെ അഴിച്ചുവിട്ടിരുന്നതിനാൽ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് എക്സൈസ് സംഘത്തിന് വീട്ടിൽ പരിശോധന നടത്താൻ സാധിച്ചത്. ബാരലുകളിലും ബക്കറ്റിലും പാകമാക്കി വെച്ച നിലയിലായിരുന്നു വാഷ് കാണപ്പെട്ടത്. കന്നാസുകളിലും പ്ലാസ്റ്റിക് കുപ്പികളിലുമായാണ് ചാരായം നിറച്ചിരുന്നത്. നിരവധി ഗ്യാസ് കുറ്റികൾ, പ്രഷർ കുക്കറുകൾ, വാറ്റുപകരണങ്ങൾ തുടങ്ങിയവയും എക്സൈസ് കണ്ടെടുത്തിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ് എക്സൈസ് നടത്തിവരുന്നത്. അനധികൃത മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ TN സുധീർ അറിയിച്ചു. എറണാകുളം റേഞ്ച് ഇൻസ്പെക്ടർ V സജി, ഇൻസ്പെക്ടർ TN അജയ്കുമാർ, സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പ്രിവന്റീവ് ഓഫീസർ ND ടോമി, ഇന്റലിജൻസ് പ്രിവന്റീവ് ഓഫീസർ NG അജിത് കുമാർ, എറണാകുളം റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ KR സുനിൽ,
വനിതാ സിഇഒ റസീന, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാജിൻ, ഉനൈസ്, കാർത്തിക് എന്നിവർ ഉൾപ്പെടെ സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയവരെ റിമാൻഡ് ചെയ്തു.